എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓസ്ട്രേലിയൻ ഉൾഗ്രാമങ്ങളിലേക്കുള്ള ഒരു യാത്ര കേട്ടോ. ഒരു വൺ ഡേ ട്രിപ്പാണ്. ന്യൂജി എന്ന സ്ഥലത്തിൻ്റെ പേര്. ഒരു അടിപൊളി പ്ലേസ് തന്നെ കേട്ടോ. കുറച്ച് കാടുകളിലൂടെയാണ് മൊത്തം യാത്രയൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നല്ലൊരു വാട്ടർഫോൾസ് ഉണ്ട്, ഒരു ഹിസ്റ്റോറിക്കൽ റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ ഒരു 10-75 വർഷം പഴക്കമുള്ളൊരു മരവും കൊണ്ടുള്ളൊരു ബ്രിഡ്ജ്. എന്താ പറയുക, ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. എന്നാൽ പിന്നെ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരിട്ട് വീഡിയോ ആയിരിക്കും. നാട്ടിലെ വെക്കേഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം നല്ലൊരു ഗ്യാപ്പൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വർഷത്തെ ആദ്യത്തെ ട്രിപ്പ് കേട്ടോ. നമ്മളിന്ന് പോകുന്നത് ഓസ്ട്രേലിയയിലെ ഒരു റൂറൽ ഏരിയയിലേക്കാണ്. സ്ഥലത്തിന്റെ പേര് ന്യൂജി എന്ന് പറയുന്നത് ഒരു അബോറിജിനൽ വേർഡ് കേട്ടോ. പോകുന്ന വഴികളൊക്കെ നല്ല ഭംഗി കേട്ടോ. പക്ക ഒരു കാടാണ്. റോഡൊക്കെ ആയാലും ഇല്ലേ, റൂറൽ ഏരിയ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ റോഡാണ്. മെൽബണിൽ നിന്ന് ഒരു 128 കിലോമീറ്റർ ഉണ്ട് സ്ഥലത്തേക്ക്. ഒരു 80 കിലോമീറ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ലൂക്കൗട്ട് പോയിന്റ് കാണാൻ പറ്റും. പിന്നെ അവിടെ വണ്ടി നിർത്തി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടങ്ങി കേട്ടോ. പിന്നെ ന്യൂജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2016 സെൻസസ് പ്രകാരം മൊത്തം പോപ്പുലേഷൻ 157 കേട്ടോ. അതുപോലെ തന്നെ 1926 1939 2 പ്രാവശ്യം ബുഷ് ഫയർ വന്നു. അതിനകത്ത് ഈ ഏരിയയില് ഫുള്ള് കത്തി നശിച്ചു പോയിട്ടോ. അങ്ങനെ ഒരു 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ന്യൂജിയുടെ ആദ്യത്തെ അട്രാക്ഷനായ ഈ ബ്രിഡ്ജിൻ്റെ അവിടേക്ക് എത്തിട്ടോ. ഈ ബ്രിഡ്ജിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ 106 വർഷം പഴക്കമുള്ള ബ്രിഡ്ജാണ്. അന്നത്തെ കാലത്ത് ഈ ഫോറസ്റ്റിൽ നിന്ന് മരങ്ങളൊക്കെ വെട്ടി അടുത്തുള്ള സിറ്റിയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു റെയിൽവേ ബ്രിഡ്ജാണിത്. ഏകദേശം ഒരു 69 അടി ഹൈറ്റ് ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ ഫുള്ളും മരം കൊണ്ടുണ്ടാക്കിയൊരു കിടുകിട ബ്രിഡ്ജാണ്. അങ്ങനെ വണ്ടിയൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് ഒത്തിരി ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബ്രിഡ്ജിന്റെ മുകളിലേക്ക് കയറാം. അപ്പോൾ സൈഡിൽ കൂടെ വേണം നമുക്ക് കയറുവാനായിട്ട്. പിന്നെ ഈ ബ്രിഡ്ജിൽ കയറുമ്പോൾ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ 10 പേർക്ക് മാത്രമാണ് അറ്റ് എ ടൈം നമുക്ക് അതിന് മുകളിൽ കൂടെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഒത്തിരി പഴയതാണ്. സൈഡിൽ നിന്ന് പിടിച്ച് നടക്കാനുള്ള ഇതൊക്കെയാണ്. നമ്മൾ പിള്ളേരുടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലും ബ്രിഡ്ജിന്റെ മുകളിൽ കയറി കഴിയുമ്പോഴേ ആ ഫോറസ്റ്റിന് നടക്കുള്ള ആ ഒരു ബ്രിഡ്ജായാലും നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിലേ എൻ്റെ പൊന്നോ ഒന്നും പറയാല്ല കേട്ടോ. അത് നമ്മൾ നേരിട്ട് തന്നെ കാണണം. എന്താ ഒരു ഭംഗി എന്ന് പറയുമ്പോൾ. കുറച്ചാണ് നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മളൊരു ഫോറസ്റ്റിന്റെ അകത്തേക്കായിട്ട് എത്തണേ. നടന്നു പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊന്ന് സൂക്ഷിക്കാതെ തന്നെ പോകണം. ഇവിടെ നല്ലൊരു രസം കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാടിന്റെ ആ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഈരങ്കോട്ടിന് അപ്പൂസൊക്കെ കുറേ നേരം ഓടിച്ചാടി കളിച്ചു. പിന്നെ ദീപ്തി നമ്മുടെ പണ്ടത്തെ ഓർമ്മകൾ കാട്ടിൽ നിന്ന് കിട്ടണ എന്താ പേര് പറയണേ, ഊതി കേമിങ്ങനെ പറന്നു പോകില്ല. ആ ഒരു പൂവിന്റെ സംഭവം അത് ഊതലും തുടങ്ങി. പറന്നോ ഇല്ലയോന്നൊന്നും എനിക്ക് കണ്ടിട്ട് എനിക്ക് മനസ്സിലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചു നേരം പിള്ളേരെ ഓടിച്ചാടി കളിപ്പിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ നേരെ വീണ്ടും ആ പോയ വഴിക്ക് തന്നെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങി വരാം കേട്ടോ. പിന്നെ ചെറിയൊരു ഷോർട്ട് കട്ട് വഴിയൊക്കെ ഉണ്ട്. അത് ഈ പിള്ളേരെ കൊണ്ട് ഇറങ്ങൽ കുറച്ച് റിസ്ക് ആയിരുന്നു. നമ്മൾ ആ പാലത്തിന്മേ കൂടി തന്നെയാണ് നേരെ പുറത്തേക്ക് പോകുന്നത്. ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും പറ്റുന്ന നല്ല അടിപൊളി സ്പോട്ട് കേട്ടോ. അതുപോലെ തന്നെ വീക്ക് ഡേയ്സ് വരാണെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. വീക്കെൻഡ് സ്കൂൾ വെക്കേഷൻ ഒക്കെ ആണെങ്കിലേ നല്ല തിരക്കായിരിക്കും. അങ്ങനെ ബ്രിഡ്ജൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഏകദേശം 1.5 ആയിട്ട് സമയം. അത് കഴിഞ്ഞോളം ന്യൂജി ടൗണിൽ തന്നെ ഒരു പാർക്ക് ഉണ്ട്, ഒരു ലേക്കിനോട് ചേർന്നു. നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു ചെറിയൊരു ടെന്റ് പോലെ സംഗതികളും പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമ്മൾ ഫുഡൊക്കെ ആയിട്ട് വരുള്ളൂ കേട്ടോ. പിള്ളേർക്ക് അവിടെ പിന്നെ വലിയ റെസ്റ്റോറൻറ്റുള്ള കാര്യങ്ങളും മൊത്തം കഫേയും അല്ലെങ്കിൽ പിസ്സ അങ്ങനത്തെ സംഭവമൊക്കെ കിട്ടുള്ളൂ. അതൊന്നും നമുക്ക് സെറ്റ് ആവില്ല. നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മുടെ ചോറും കറികളും ഇവിടെ കഴിക്കുമ്പോൾ നമുക്കൊരു എനർജി കൂടുതലുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ആ ഏരിയയൊക്കെ എന്തൊരു ഭംഗിയാന്ന് പറയുമോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഫുള്ള്. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ട്രിപ്പ് വരുമ്പോഴേ ഏറ്റവും കൂടുതൽ കാണുന്ന റിട്ടയർഡ് ആയ ആൾക്കാരാട്ടോ. അപ്പൂപ്പന്മാരും അമ്മമാരും മാത്രമേ ഉള്ളൂ. അവർ വന്നിങ്ങനെ എൻജോയ് ഒക്കെ ചെയ്ത് റിലാക്സ് ചെയ്തിട്ടോ അവർ പോണേ. അത് നമുക്ക് എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റും ഓസ്ട്രേലിയയിൽ.
അങ്ങനെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് വന്നു കേട്ടോ. ന്യൂജി റെയിൽവേ സ്റ്റേഷനാണ്, ഒരു ഹെറിറ്റേജ് റെയിൽവേ സ്റ്റേഷനാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രെയിനും ആ റെയിൽവേ സ്റ്റേഷനും അതൊക്കെയായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു മ്യൂസിയം ഒക്കെ പോലത്തെ ഒരു സെറ്റപ്പാണ്. അതിൻ്റെ അകത്ത് ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് സൊവീനിയറുകളൊക്കെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ആ ട്രെയിനിൻ്റെ അകത്തുള്ള എഞ്ചിനും കാര്യങ്ങളും അങ്ങനെ എല്ലാം കൊണ്ട് ഇതൊക്കെ പക്ക ഫ്രീ ആണ്. പിന്നെ എന്താ പറയുക, അത് ആ ഏരിയയൊക്കെ എന്ത് നീറ്റായിട്ട് തന്നെ ഇപ്പോൾ അവർ അത് മെയിൻറ്റെയിൻ ചെയ്യണേ. അന്ന് ആ തീയൊക്കെ വന്ന് മൊത്തം നശിച്ചു പോയെങ്കിൽ ഇപ്പൊ ടൂറിസ്റ്റ് അട്രാക്ഷനായ ഒരു ഏരിയയാണ് ഈ ന്യൂജി എന്ന് പറയണേ. വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ച അന്നത്തെ കാലത്ത് ഈ ഫോറസ്റ്റിൽ നിന്ന് മരങ്ങളൊക്കെ വെട്ടി കൊണ്ടുപോകാനായിട്ടാണ് ഇത് ഉപയോഗിച്ചത്. അതുകൊണ്ട് അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ കറക്റ്റായിട്ട് ആ മ്യൂസിയത്തിന്റെ അവിടെ അത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പോകുന്ന സ്ഥലം എന്നുകൊണ്ടല്ലേ നമ്മൾ ഇത്ര നേരം കണ്ടൊരു ഏരിയയിലാട്ടോ ഒരു കിടിലൻ വാട്ടർഫോൾസാ. എന്തായാലും നമുക്ക് അവിടേക്ക് പോയി നോക്കാം. പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ തന്നെയല്ലേ ഒത്തിരി ഫാം ഹൗസുകളൊക്കെ ഉള്ള കാരണം കുതിര, എനിക്ക് മനസ്സിലാവുള്ളൂ ഈ കുതിരേനെ എന്തിനാ വളർത്തണേന്ന്. എപ്പോഴാ പോയാലും നമുക്ക് കാണാൻ പറ്റും കുതിരേനെ. അങ്ങനെ കുറച്ചട് കഴിഞ്ഞ് കഴിയുമ്പോൾ മെയിൻ റോഡൊക്കെ മാറി മഡ് റോഡ് വന്നെ കേട്ടോ. അപ്പൊ അതൊന്ന് സൂക്ഷിച്ചു പോകണം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ടെന്റ് കെട്ടി നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. സമ്മറായി കഴിഞ്ഞ് ഇവിടെ മൊത്തം ടെന്റ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വാട്ടർഫോൾസിന്റെ അവിടെ എത്തി. വാട്ടർഫോൾസിനിടയ്ക്ക് പോകുമ്പോൾ തന്നെ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വാർണിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ചാടി കുളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വാട്ടർഫോൾസിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഒരു ബോർഡിലുണ്ട്. ഇനി ഇവിടുന്ന് നമുക്കൊരു 1.2 കിലോമീറ്റർ നമ്മൾ നടന്നു പോകട്ടോ. അത് പക്ക കാടിൻ്റെ അതോടെയാണ്. അവിടെ പിള്ളേരുടെയൊക്കെ പോകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കുഞ്ഞു പിള്ളേരുടെ പോകുമ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് റോഡൊന്നുമല്ല, തനി കാട്ടിൽ കൂടെ ഒക്കെ ചിലപ്പോൾ മരങ്ങളൊക്കെ വീണിറക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ വേണം നമുക്ക് കയറി ഇറങ്ങി അപ്പുറത്തേക്ക് എത്താനായിട്ട്. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഞാനും ദീപ്തി മാത്രമേ വന്നുള്ളൂ. പിള്ളേരോട് വരെ നടക്കില്ല. പിന്നെ പോകുന്ന വഴിയെന്ന് പറഞ്ഞില്ലേ ഒത്തിരി ഇങ്ങനെ ചെറിയ ചെറിയ അരുവികളൊക്കെ വന്ന കാരണം വെള്ളം ഒഴുകുന്ന സൗണ്ടും കിളികളുടെ സൗണ്ടും പിന്നെ എന്താ പറയാ നല്ല പടകൂറ്റം മരങ്ങളാട്ടോ. അതൊക്കെ ഓരോ ആയുർവേദിക് മരങ്ങളൊക്കെ യൂക്കാലിക്സിന്റെ സ്മെല്ലൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ആസ്വദിച്ച് നേരെ വാട്ടർഫോൾസിന്റെ അവിടേക്ക് നമുക്ക് നടന്നു പോകണം. പോകുന്ന വഴികളൊക്കെ ഉണ്ട്. ജസ്റ്റ് നടപ്പാതെ മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് മരമൊക്കെ ഒടിഞ്ഞു വീടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ അടിയിൽ കൂടെ മുകളിൽ കൂടെ എങ്ങനെയൊക്കെ വേണം നമുക്ക് കയറി പോകാം. അതുകൊണ്ട് പിള്ളേരുണ്ട് വരുമ്പോൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പ്രായം ചെന്നവർ വരുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ കുറേ നടന്ന് കഴിയുമ്പോൾ ഇരിക്കാനുള്ളൊരു ചെയർ ഉണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ സ്റ്റെപ്പ് പോലെ അവർ പണിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണാൻ കൊതിച്ചിരുന്ന ആ ടൊറോങ്കോ ഫോൾസിന്റെ അടുത്തെത്തിട്ടോ. എന്റെ പൊന്നോ, നിങ്ങൾ തന്നെ പറ അത് കണ്ടിട്ട്. ഇത് ശരിക്കും നമ്മൾ പടത്തിലൊക്കെ കാണുന്നൊരു എന്താ പറയാ ഒരു സീനറി ഒക്കെ എടുത്തു വെച്ചാണ് ഒരു ഇതാ. ഇത് നേരിട്ട് കണ്ടപ്പില്ലേ ഇത് ഒറിജിനലാണോ എന്താന്ന് മനസ്സിലായില്ല. അത് ഈ ഒരു ടൈം ആണെങ്കിലല്ലേ വെള്ളത്തിലുള്ളവരെ കാണാൻ കൊടുത്തൊരു ഭംഗിയാ. ഇനി വിന്ററൊക്കെ തുടങ്ങി മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഒത്തിരി വെള്ളം വരാൻ ചിലപ്പോൾ ഇത്ര ഭംഗി വരണമെന്നില്ല. ഇതിങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാട്ടോ. നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോൾസിന്റെ അത്രയൊന്നും വരുന്നില്ല. ഇതൊരു വേറൊരു ഭംഗിയാണ്. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു കിടിലൻ സ്പോട്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് തിരിച്ചു കേട്ടോ.
വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ടോയ്ലറ്റ് ഉണ്ട്, അങ്ങനത്തെ എല്ലാവിധ സെറ്റപ്പോട് കൂടി ഒരു ഏരിയ തന്നെ കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ന്യൂജി ഹോട്ടലിലേക്കാണ്. ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യം ബുഷ് ഫയർ വന്നപ്പോഴും ആകെ അവിടെ നിന്നിരുന്ന ഈ ഒരു ഹോട്ടൽ മാത്രമാണ് അന്നത്തെ ആൾക്കാരുടെ ഒരു ആശ്രയം ഈ ഹോട്ടലായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിലേ ആ ഹോട്ടലിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണണം. ആ പണ്ടത്തെ മോഡലിൽ തന്നെ കേട്ടോ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് വെച്ചാണ്. അതിൽ അകത്ത് കയറുമ്പോൾ തന്നെ ഒരു ബാർ കൗണ്ടർ ഉണ്ട്. അത് നമ്മുടെ ഓസ്ട്രേലിയ എവിടെ പോയാലും ഹോട്ടലിൽ പോയാലും ഇങ്ങനത്തെ ഒരു കൗണ്ടർ ഉണ്ടാവും. ബീറും വൈനും ലിക്കറൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഹോട്ടലിൻ്റെ പുറത്തുള്ള ആംബിയൻസോ അടിപൊളി കേട്ടോ. ഒത്തിരി മരങ്ങളും ചെറിയ ലേക്കൊക്കെ ആയിട്ട് വേണേ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒത്തിരി അപ്പാപ്പന്മാരും അമ്മാവന്മാരും മാത്രമേ ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ ഹോട്ടലിൻ്റെ അകത്തുള്ളൂ. പിന്നെ നമ്മളോട് ടേസ്റ്റ് ചെയ്യേണ്ട ഒരു ഐറ്റം എന്താണെന്ന് പറയുമ്പോൾ ചീസി ഗാർലിക് ബ്രെഡ്. അതൊരു അടിപൊളി സംഭവം തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ സിറ്റിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കണേക്കാൾ എൻ്റെ ഡിഫറൻ്റ് ആയിരുന്നു. പിന്നെ ഒരു കോഫിയും പിന്നെ അതുപോലെ തന്നെ ഒരു ബെറാമുണ്ടി ഫില്ലറ്റൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാനും ദീപ്തിനും കൂടി കഴിച്ച് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു, അടിച്ചു പൊളിച്ചു. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണം. എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.